വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 24-ാം അധ്യായത്തിലെ 5-ാം തിരുവചനത്തിൽ യേശുവും ശിഷ്യന്മാരും ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ നിന്റെ വരവിന്റെയും ലോകാവസാനത്തിന്റെയും അടയാളം എന്തെന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരിൽ വന്ന് പലരെയും വഴിതെറ്റിക്കുമെന്നാണ്. ഇപ്പോഴിതാ വഴിതെറ്റിയ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്വയം യേശുവായി ചിത്രീകരിച്ച് രോഗശാന്തി നൽകുന്ന നിർമ്മിത ബുദ്ധിചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് അപഹാസ്യനായിരിക്കുന്നു. യഹൂദന്റെ അഭിമാനത്തിന്റെ ഉത്തുംഗ ദൃശ്യമായ തലയെടുത്ത് നിന്ന ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ലില്ലാതെ ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് യേശു സ്വയം ക്രിസ്തുവായി ചമയുന്നവരെ കുറിച്ച് പറഞ്ഞത്. യേശുവിന്റെ വാക്കുകളെ അക്ഷരം പ്രതി നിറവേറ്റിക്കൊണ്ട് ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ടതിന് ചരിത്രം സാക്ഷി. ക്രൈസ്തവ രാഷ്ട്രമായിരുന്നിട്ടും ഡെമോക്രാറ്റുകളുടെയും ലിബറലുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും കടുത്ത സ്വാധീനത്തിൽപ്പെട്ട് യാഥാസ്ഥിതിക മൂല്യങ്ങളൊക്കെ കളഞ്ഞു കുളിച്ച് സ്വവർഗ വേഴ്ചകളുടെയും LGBTQ ആക്ടിവിസത്തിന്റെയും ഭ്രൂണഹത്യയുടെയും ലഹരികളുടെയും അങ്ങനെ വേദപുസ്തക മൂല്യങ്ങളിൽ നിന്ന് അമ്പേ അകന്നുപോയ അമേരിക്കൻ ജനതയെ പരിശുദ്ധ ബൈബിളിലേക്കും യാഥാസ്ഥിതിക ക്രൈസ്തവ മൂല്യങ്ങളിലേക്കും തിരികെ കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയുമെന്ന് മൂല്യങ്ങളിലും ദേശീയതയിലും വിശ്വസിച്ച അമേരിക്കക്കാർ വിശ്വസിച്ചെടുത്താണ് രണ്ടാം തവണ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. യേശു ഞങ്ങളുടെ ദൈവമാണെന്നും ട്രംപ് ഞങ്ങളുടെ പ്രസിഡന്റ് ആണെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപിന് വേണ്ടി രംഗത്തിറങ്ങിയവരെല്ലാം ഇപ്പോൾ സ്വയം യേശുവായി സോഷ്യൽ മീഡിയയിൽ ട്രംപ് പരകായ പ്രവേശം നടത്തുന്നത് കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. അമേരിക്കയിലടക്കം ലോകമെങ്ങുമുള്ള ക്രൈസ്തവരുടെ ഇടയിൽ ഇത് വലിയ എതിർപ്പാണ് ഉളവാക്കിയത്. താൻ എന്ത് ചെയ്താലും ലോകത്തിലുള്ള സകല മനുഷ്യരും അത് തന്നെ അംഗീകരിക്കണമെന്നും തന്റെ നിലപാടിന് വിരുദ്ധമായി ആരും ഒരക്ഷരവും ഉരിയാടരുതെന്നും ശഠിക്കുന്ന ട്രംപ് സഭയുടെ പരമാധ്യക്ഷനായ ലെയോ 14-ാമൻ പാപ്പയെ അവഹേളിക്കുവാൻ പടച്ചുവിട്ട ചിത്രമായിരുന്നു സ്വയം യേശുവായി മാറിക്കൊണ്ട് അവതരിപ്പിച്ചത്. സ്വയം യേശുക്രിസ്തുവായി പ്രഖ്യാപിക്കുകയും അമേരിക്കൻ പൗരനാണെങ്കിലും ആഗോള സഭയുടെ പരമാധ്യക്ഷനെ തള്ളിപ്പറയുകയും ചെയ്തതിലൂടെ കടുത്ത എതിർപ്പ് തന്നെയാണ് ട്രംപ് ക്ഷണിച്ചു വരുത്തിയത്. ഒരു യുദ്ധത്തിൽ ഇടപെട്ട് പണി പാളിയിരിക്കുന്ന സമയത്ത് വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധി പോലെ ഈ കണ്ട കാലം മുഴുവൻ തന്നെ പിന്തുണച്ച ക്രൈസ്തവ സമൂഹത്തിന്റെ അപ്രീതി കൂടി ക്ഷണിച്ചു വരുത്തിയത് ട്രംപിന് വലിയ വിനയായി മാറിയിരിക്കുകയാണ്. കൈകളിൽ രക്തം പുരണ്ടവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലെന്ന ഓശാന ഞായറാഴ്ചത്തെ ലെയോ പാപ്പയുടെ പ്രസംഗവും പിന്നാലെ ലോക സമാധാനത്തിനായുള്ള തന്റെ ഉത്തരവാദിത്തം മുറുകെ പിടിച്ചുകൊണ്ട് എപ്പോഴും സമാധാനം അന്വേഷിക്കണമെന്നും യുദ്ധം നിരസിക്കണമെന്നും പാപ്പ പ്രസ്താവിച്ചതാണ് അമേരിക്കൻ പ്രസിഡന്റിനെ വല്ലാതെ ചൊടിപ്പിച്ചത്. അതോടെ ലെയോ പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് കൂടാതെ ആഗോള ക്രിസ്തീയതയ്ക്ക് മാരകമായി പരിക്കേൽപ്പിച്ചുകൊണ്ട് പ്രതികാരം ചെയ്തതിന്റെ ക്രൂരമായ സംതൃപ്തി അനുഭവിക്കുന്ന മട്ടിലായിരുന്നു ട്രംപിന്റെ സോഷ്യൽ മീഡിയ ഗിമിക്കുകൾ. എന്നാൽ ട്രംപിന്റെ നീക്കങ്ങളോട് സൗമ്യമായി പ്രതികരിച്ച പാപ്പ യുദ്ധത്തിനെതിരെയും നിരപരാധികളുടെ ജീവനെടുക്കുന്നതിനെതിരെയും താൻ ഇനിയും പ്രതികരിക്കുമെന്നും അത് തന്റെ ശുശ്രൂഷയുടെ ഭാഗമാണെന്നും തനിക്ക് ട്രംപ് ഭരണകൂടത്തെയോ സുവിശേഷ സന്ദേശം ഉറക്കെ പറയുന്നതിനെയോ ഭയമില്ല എന്നുമായിരുന്നു പറഞ്ഞത്. എന്നാൽ തന്നെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് പോലും അതിശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ സ്വയം യേശുവായി ചിത്രീകരിച്ച വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീക്കം ചെയ്യുകയും യേശുവായല്ല ഡോക്ടറായാണ് താൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നുമൊക്കെ ട്രംപ് നാണക്കേട് മറയ്ക്കാൻ പറയുകയും ചെയ്തെങ്കിലും വിവാദം കൊഴുക്കുകയാണ് ചെയ്തത്. പാപ്പയ്ക്കെതിരെയുള്ള തന്റെ പ്രസ്താവനകളിൽ തനിക്ക് പശ്ചാത്താപമില്ലെന്ന് പറഞ്ഞ ട്രംപ് മാർപ്പാപ്പയുടെ നിലപാടുകൾ തെറ്റാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ട്രംപ് നടത്തിയ പരാമർശങ്ങളിൽ അമേരിക്കൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് പോൾ എസ് കോക്ലി ദുഃഖം പങ്കുവെച്ചപ്പോൾ മാർപ്പാപ്പയെക്കുറിച്ച് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ തികച്ചും അനുചിതവും അനാദരവുള്ളതുമാണെന്നും അവ ഒരു ക്രിയാത്മക സംഭാഷണത്തിനും സംഭാവന നൽകുന്നില്ലെന്നും ബിഷപ്പ് റോബർട്ട് ബാരനും പ്രതികരിച്ചു. അതേസമയം ട്രംപിനെതിരെ വിമർശനവുമായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും രംഗത്ത് വന്നു. പരിശുദ്ധ പിതാവിനെ കുറിച്ചുള്ള പ്രസിഡന്റ് ട്രംപിന്റെ പരാമർശങ്ങൾ അസ്വീകാര്യമാണെന്നും കത്തോലിക്ക സഭയുടെ തലവനാണ് പാപ്പ, അദ്ദേഹം സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുകയും എല്ലാത്തരം യുദ്ധങ്ങളെയും അപലപിക്കുകയും ചെയ്യുന്നത് ശരിയും ഉചിതവുമാണെന്നും ട്രംപിനെ പോലെ തന്നെ തീവ്ര വലതുപക്ഷത്തിന്റെ മറ്റൊരു നേതാവ് കൂടിയായ ജോർജിയ മെലോണി പ്രതികരിച്ചു.
US-ൽ 70 ദശലക്ഷത്തിലധികം കത്തോലിക്കരുണ്ട്. ജനസംഖ്യയുടെ ഏകദേശം 20%. ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസും അവരിൽ ഉൾപ്പെടുന്നു. ആരായാലും അധികാരത്തിലും പണത്തിലും ചീർത്തതിനാലും അമേരിക്കയേക്കാൾ ആരും വേറെയില്ല എന്നുമൊക്കെയുള്ള ചിന്തയായിരിക്കാം ഇങ്ങനെയൊക്കെ പറയാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ മിശിഹായുടെ വികാരി എന്ന സ്ഥാനത്ത് ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിലെ സകല മനുഷ്യരുടെയും നന്മ മുന്നിൽ കണ്ട് തന്നെയാണ് ലിയോ പാപ്പ സംസാരിച്ചത്. എന്നാൽ അമേരിക്കക്കാരനാണെങ്കിലും രാഷ്ട്രതലവനും ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ കൂടെ പരമാധ്യക്ഷൻ കൂടിയാണ് പോപ്പ് എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കപ്പെട്ട് പോയെടുത്താണ് ഈ ബുദ്ധിശൂന്യമായ വാക്കുകൾ ട്രംപിൽ നിന്ന് ഉണ്ടായത്. കച്ചവട താല്പര്യത്തോടും തന്നേക്കാൾ മുകളിൽ മറ്റാരുമില്ല എന്ന ചിന്തയും ട്രംപിന്റെ വിവേകത്തെ മറയ്ക്കുന്നതായി മാറിയിരിക്കുകയാണ്. ഏതായാലും ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ ഹൃദയത്തിൽ വലിയ മുറിവാണ് ട്രംപ് സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപിന് സുബോധമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.